കോട്ടുമല ഉസ്താദാണോ? കോട്ടുമല ഉസ്താദാണോ? കോട്ടുമല ഉസ്താദല്ലേ? കോട്ടുമല ബാപ്പു ഉസ്താദാണോ? അല്ല, ഇത് നമ്മുടെ മാസപ്പിറവിയായിട്ട് ബന്ധപ്പെട്ട് വളരെ വിവാദം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം കൊടുക്കണ്ടേ? അഥവാ അരീക്കോടും വളാഞ്ചേരിയിലും മാസം കണ്ടിട്ട് ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് അത് ഉറപ്പിക്കാത്തതിലുള്ള പരാതികളാണ്. ഉസ്താദ് MA യൂസഫ് അലിയുമായി ഒത്തിട്ടുള്ള പരിപാടിയാണ് എന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മള് മനോരമക്ക് കൊടുത്ത ന്യൂസ് വളരെ പെട്ടെന്നായി പോയി. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒന്ന് സ്വന്തമായ സ്ഥലത്തില്ലപ്പോ, ഞാൻ പുറത്തുള്ളത്. എവിടെയുള്ള സ്ഥലം? ഞാനിപ്പോ പുറത്താണുള്ളത്, ഞാൻ കർണാടകയിലാണ്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ തങ്ങളായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചിട്ടല്ലാതെ തങ്ങളെടുത്ത തീരുമാനമല്ലേ നമ്മളെടുത്ത തീരുമാനം. പക്ഷെ ഇത് അവരോട് കൂടി ആലോചിച്ചിട്ടല്ലാതെ ഇത് കൊടുക്കാൻ കഴിയൂല്ലോ. അതെ, അതൊക്കെ വളരെ പെട്ടെന്ന് ആ ലെറ്റർ ഫോർവേഡ് ചെയ്ത് നമുക്ക് പറ്റിയ വിഡ്ഢിത്തായി പോയി. പെട്ടെന്ന് ആ ലെറ്റർ ഫോർവേഡ് ചെയ്തത് പറ്റിയില്ല. ഇപ്പൊ എന്തെങ്കിലും അറിയില്ല. ഞാൻ രാത്രി 11 തങ്ങളെ എന്നെ വിളിക്കണത്. രാത്രി 11 തങ്ങൾ വിളിച്ചാണ്ട് നിങ്ങളൊന്ന് വരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നത്. പക്ഷെ മറ്റുള്ള വിവരങ്ങളൊന്നും ഞാൻ പിന്നെ അറിയില്ലോ. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ന്യൂസ് കൊടുക്കണോ? തങ്ങളോട് തന്നെ ഒന്ന് ബന്ധപ്പെട്ടു. തങ്ങള് അല്ല, സത്യത്തിൽ നമ്മൾ മനോരമയ്ക്ക് ഈ ന്യൂസ് എപ്പോഴാ കൊടുത്തത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ നേരത്തൊന്നും അവിടെ ഇല്ലല്ലോ, പാലക്കാട്ടൊന്നുമില്ല. ഞാൻ പറയാ, ഞാൻ രാത്രി 11 മണിക്കാണ് അവിടെ ചെല്ലുന്നത്. അപ്പോ അപ്പോഴേക്ക് ഇവര് കുറെ ആൾക്കാരോടെ കൊലായ്മലും മെച്ചത്തുമെല്ലാം നിൽക്കുന്നുണ്ട്. അവിടെ ചെന്നോന്ന് മാത്രം. ഞാൻ നേരത്തെ ഉള്ളത് ഞാൻ ബന്ധപ്പെട്ടിട്ടല്ല. ഇപ്പൊ മാസപ്പിറവിന്റെ വിഷയത്തിൽ ഉസ്താദ് തീരല്ലായിരുന്നു റിപ്പോർട്ട് കൊടുത്തപ്പോ? റിപ്പോർട്ട് കൊടുത്ത അവസരത്തിൽ അതെന്താ തങ്ങൾ പെട്ടെന്ന് കൊടുത്ത് വലിയൊരു സോഷ്യൽ മീഡിയ മൊത്തം അവരാഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയ മൊത്തം അവരാഘോഷിക്കുകയാണ്. അതിനിപ്പോ തങ്ങളോടൊക്കെ അതിന്റെ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് ചോദിച്ചാൽ സൈതലീനോട് മറ്റേ പറഞ്ഞാണ്ട്. തങ്ങളെന്താ പറഞ്ഞത് ഉസ്താദിനോട്? തങ്ങൾ ബന്ധപ്പെടുകയാണ്. അത് ഇന്നോട് ഞാൻ ഒന്നും പറയാം. ഇന്നോട് രാത്രി 11 മണിക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. അപ്പൊ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ എവിടെയാ വിളിച്ചാൽ പറഞ്ഞു. ഞാനും തുറവി കഴിഞ്ഞ് വിളിച്ചത് മറ്റാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ വരി. അപ്പോഴാണ് ഞാൻ പിന്നെ ചെല്ലണത്. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ ഈ പറഞ്ഞ വളാഞ്ചേരിക്കാരവിടെ വന്നിട്ടുണ്ട്. ഓരോ കൊലയുമ നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് തങ്ങളെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ചെന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമൊന്നല്ല. പഴിക്കല് ചങ്ങളുണ്ട്, സമീതലി ചങ്ങളുണ്ട്, മനോഹരലി ചങ്ങളുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി. ഈ ന്യൂസ് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തു. അതെന്താണെന്ന് അറിയില്ല. ആ സമയത്തൊന്നും ഞാനവിടെ ഇല്ല. പക്ഷെ ഇത് ആരുമായിട്ട് കൂടിയാലോചിച്ച് തങ്ങളിരുന്ന് ബന്ധപ്പെട്ടിട്ട് തങ്ങളുടെ വിശദീകരണം എന്താ ചെയ്യാൻ അതിനുള്ളൊരു പരിപാടി ചെയ്യാന്നല്ലാതെ ഇപ്പോ നമുക്കിപ്പോ അതിനെ പറ്റി കൂടുതൽ പറയാൻ ഒന്നുമില്ലല്ലോ. അതിപ്പോ ഒരു വ്യക്തമായി അതിന്റെ കാര്യങ്ങൾ വിശ്വാസയോഗ്യമായ നിലക്ക് കിട്ടണമല്ലോ. നമ്മളല്ലേ മാറ്റർപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തങ്ങൾ അവിടുത്തെ കാവ്യാന്നുള്ള പ്രശ്നങ്ങളാണ് കിടക്കുന്നുണ്ട്.
അതെ ആ കാളിന്റെ അടുത്തേക്ക് ഒരു ചെന്നിട്ടില്ല. കാളിന്റെ അടുത്തേക്ക് അല്ലല്ലോ അവര് ചെന്നത്. അല്ല സാർ, അവര് പറയുന്നതേ തങ്ങളാണ് അവിടുത്തെ കാളി എന്നാണ്. ഇപ്പൊ ജനങ്ങൾക്ക് അത് തെറ്റിദ്ധരിക്കാൻ വളരെ ഉപകാരമാവും. ആ ആ പിന്നെ മറ്റേ കാളിയുടെ അടുത്ത് പള്ളിക്കലെ ഇമാമിന്റെ അടുത്ത് പോവാന്നുള്ളത് ഇതുമല്ലല്ലോ. ആ നിങ്ങളും തങ്ങളേക്ക് ബന്ധപ്പെട്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ റിപ്പോർട്ടൊന്നും കൊടുക്കണ്ട.